ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. അങ്ങനെ അലീനയുടെ റൂമിൽ നിന്ന് ദേഷ്യത്തിൽ തന്നെ ഇറങ്ങി പോവുകയാണ് ഹരി കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ചെന്നെത്തുന്നത് സിംഹത്തിന് മുന്നിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വൈജയുടെ മുന്നിലാണ് ചെന്ന് പെട്ടത് കേട്ടോ. ഹരി ആകെ ചൂളി പോവുകയാണേ. അപ്പോൾ ഹരിക്ക് നല്ല ടെൻഷനും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹരി വൈജയെ ഒന്ന് നോക്കുകയാണ്. വൈജ വളരെ രൂക്ഷമായിട്ട് ഹരിയെ നോക്കുന്നുണ്ട്. ഹരി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അലീനയാണ് വൈജ കുറ്റപ്പെടുത്തുന്നത് കേട്ടോ. ഇങ്ങനെ ചീത്ത പെണ്ണുങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആണുങ്ങളും ചീത്തയാകും എന്നൊക്കെ പറയണം. എന്നിട്ട് അലീനയോട് കഥ കടിച്ച് കിടക്കാൻ പറയാണ്. അതിനുശേഷം അലീനയും ആകെ വിഷമിച്ച് പോവാട്ടോ. റൂമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വൈജയന്തി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നെ വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ അവൻ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഉദ്ദേശം അത്ര നല്ലതല്ല മുത്തശ്ശി എന്ന് പറയാട്ടോ. അവൻ ആൾ ശരിയില്ല മോളെ, അവന് വളരെ വൃത്തികെട്ടവനാണ്, അവന് ഈ രോഹിത്തിനെ കൂടി വെടക്കാക്കുന്നത് അവനാണ് എന്നൊക്കെ മുത്തശ്ശി പറയാണ്. അത് കേട്ടിട്ട് അലീനയ്ക്ക് വിഷമാവുന്നുണ്ട്. ശരിയാണ്, രോഹിത്തിൻ്റെ തലയിൽ എന്തൊക്കെയോ ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് ഹരി, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ വന്നേക്കുന്നതും തന്നെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്നൊക്കെ പറയാട്ടോ. അതുപോലെ ആ ഒരു റിങ് ആ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അതൊരിക്കലും ആർക്കും അറിയില്ല, ഇവൾക്ക് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഹരി പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കഥ മറ്റൊരു രീതിയിലാണ്. അപ്പോൾ അതിലേക്ക് വരാം. അങ്ങനെ ഹരി മുകളിലേക്ക് ചെല്ലുമ്പോൾ രോഹിത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിനോട് പറയുന്നത് താഴെ ആരും ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇനി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി റൂമിൽ കിടക്കുകയാണ്. പിന്നെ രാത്രിയിൽ ഹരി വീണ്ടും താഴേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ നമ്മുടെ അലീനയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വാതിൽ തുറക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിട്ടതുകൊണ്ട് ഹരിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ആ ഒരു അരപ്പവൻ്റെ മോതിരം പോയല്ലോ എന്നുള്ളൊരു ടെൻഷനിലാണ്. പക്ഷേ രോഹിത്തിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ ആ മോതിരം ഉപകരിക്കുമെന്ന് ചിന്തിക്കാം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രോഹിത് ആദ്യം തന്നെ ഹരിയോട് ചോദിക്കുന്നത് അലീന വന്നോന്നാട്ടോ. അപ്പോൾ പിന്നെ അലീന വരാതെ എവിടെ പോകാനാ, ഞാൻ പറഞ്ഞതല്ലേ അവൾ വരും എന്നുള്ളത്, ഞങ്ങൾ എന്നിട്ട് കുറേ നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയണം. എന്നിട്ട് എന്താ ഉണ്ടായത്, നീ ഇപ്പം അങ്ങനെ കഥ അറിയണ്ട എന്ന് പറയുമ്പോൾ നീ വെറുതെ തള്ളി മറിക്കുന്നതാണ്, ഒന്നും നടന്നിട്ടില്ല എന്ന് എനിക്കറിയാം, നീ ആ മോതിരം ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പം ആ മോതിരത്തിൻ്റെ ബോക്സ് എടുത്ത് കാണിക്കാട്ടോ. പിന്നെ ഇതിലിരുന്ന മോതിരം എവിടെ പോയി എന്ന് ചോദിക്കാട്ടോ ഹരി. അത് കണ്ടിട്ട് രോഹിത് ആകെ അന്തം വിട്ടു പോവാണ്. രോഹിത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മോതിരം ആ ബാഗിൽ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. അങ്ങനെ രോഹിത് ആകെ അമ്പരന്ന് പോകട്ടോ. നീ ശരിക്കും അവൾക്ക് കൊടുത്തോ, അവൾ ശരിക്കും വന്നോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വരാതെ, ഞാൻ പറഞ്ഞതല്ലേ കൊല്ലപ്പള്ളിയിൽ വെച്ച് തന്നെ ഞങ്ങൾ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കൂടുതൽ ദൃഢമായി. ഇന്നലെ ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടി, മുത്തശ്ശി നല്ല ഉറക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടി. എടാ എന്നിട്ട് എന്താ ഉണ്ടായത്, എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പറയത്തില്ല, കുറേ കാര്യങ്ങളൊക്കെ നടന്നു, നീ ഇപ്പം അത് കൂടുതൽ കാര്യങ്ങളൊന്നും നീ അറിയണ്ട, ഞാൻ മോതിരം ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൊടുത്തപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് എന്ന് പറയാട്ടോ ഹരി. ഇതൂടി കേട്ടപ്പോൾ രോഹിത്തിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ കേട്ടോ. അപ്പോൾ അലീന ഇവിടെ ഇത്രയും ദിവസമായിട്ട് അലീന ഇങ്ങനെ കാണിക്കുന്നതൊക്കെ വെറും എന്താ പറയുക അഭിനയം മാത്രമാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക കേട്ടോ രോഹിത്. അപ്പോൾ ഹരി പറയുന്നുണ്ട് അവൾ ഈ പുറമേക്ക് കാണിക്കുന്ന പെർഫെക്ഷനും അതുപോലെ നല്ല പെൺകുട്ടിയാണെന്ന് കാണിക്കുന്നതൊക്കെ വെറുതെയാണ്. അവളുടെ ഉള്ളിൽ ശരിക്കും എന്നോടും നിന്നോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്, നിന്നോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയട്ടോ. ശരിക്കും അങ്ങനെ പറഞ്ഞോ? അതെ, നിന്നെക്കുറിച്ച് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു, നീ എങ്ങനെയുള്ളതാണെന്നൊക്കെ ചോദിച്ചു, നിന്നോടൊരു പ്രത്യേക സ്നേഹവും ഇഷ്ടമൊക്കെ അലീനയ്ക്ക് ഉണ്ടെന്ന് പറയട്ടോ. ഇതുകൂടി കേട്ടപ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഫീലിംഗ് തോന്നുകയാണ്. അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അവളെ വളയ്ക്കണം എന്നുള്ളൊരു ചിന്ത അവനിൽ കയറ്റി വിടുകയാണ്. എന്നിട്ട് ഹരി പറയുന്നുണ്ട് ഞാനിതേ ഇന്ന് പോവുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് കട്ടാക്കിയിട്ട് വാ, എന്നിട്ട് നീ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുമെന്ന് പറയട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഹരി അങ്ങനെയൊക്കെ അവൻ്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മുടെ രോഹിത് കോളേജിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ പോവട്ടെ ആൻറ്റി എന്ന് പറയുമ്പോൾ നീ ഇന്ന് പോവുകയാണോ, എന്താ ഇത്ര ധൃതി ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ വന്നല്ലേ, അവിടെ അച്ഛനും മനുവേട്ടനും ഒന്നും ഇല്ലല്ലോ, 2 പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയണം. ആ ശരി എന്നാൽ നീ പൊക്കോ എന്ന് പറയണം വൈജയന്തി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹരി പോവാണ് രോഹിത്തിനെ ഒന്ന് കണ്ണ് കാണിച്ചുകൊണ്ട്. അതുപോലെ അലീനയെ നോക്കുമ്പോൾ അലീന വളരെ രൂക്ഷമായിട്ടാട്ടോ ഹരിയെ നോക്കുന്നത്. അങ്ങനെ
പിന്നീട് അലീനയോട് ഇവരൊക്കെ പോയതിന് ശേഷം കഥകൊക്കെ അടിക്കാൻ പറയാം കേട്ടോ. അങ്ങനെ വൈജയന്തി അമ്മയോട് പോവുകയാണ് കാര്യം പറയാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ, ബാങ്കിൽ പോകുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഇന്നലെ ഹരി ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നീ ചോദിച്ചോ വൈജയെന്ന് ചോദിക്കുക കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്കെങ്ങനെ അറിയാം, ഇവളുടെ അടുത്തേക്കല്ലേ വന്നത്, ഇവളോടല്ലേ അവൻ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ഇവളൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശി അതൊന്നും പറയുന്നില്ല കേട്ടോ, അവിടെ സംസാരം കേട്ടതൊന്നും മുത്തശ്ശി പറയുന്നില്ല. എനിക്കറിയാം ഇതിനൊക്കെ എന്താ കാരണമെന്ന്. ഈ ആമ്പിള്ളേരെ വഴി തെറ്റിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോന്നിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ അന്ന് തന്നെ ഇതിനെ എതിർത്തത്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനറിയാം, പക്ഷേ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഒന്നും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ആണുങ്ങളുള്ള വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പഴി ചേരാം കേട്ടോ. അലീന ഒന്നും പറയുന്നില്ല കേട്ടോ ആ സമയത്ത്. അങ്ങനെ എന്തായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈജയന്തി പോവുകയാണ്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നിനക്ക് തുറന്ന് പറയാൻ പാടില്ലായിരുന്നു, അവൻ എന്താ നിന്നോട് പറഞ്ഞതെന്ന്. ഞാനൊന്നും പറയുന്നില്ല മുത്തശ്ശി, കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാത്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കുടുംബങ്ങൾ അകന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാട്ടോ. അതിന് ഇത് നിൻ്റെ കുടുംബമൊന്നുമല്ലല്ലോ മോളെ, ഈ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് സഹിക്കാൻ പറ്റാതെ നിനക്ക് വിഷമം തോന്നാൻ ഇത് നിൻ്റെ കുടുംബമൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, എൻ്റെ കുടുംബം തന്നെയാണ് മുത്തശ്ശി, ഞാൻ ജീവിക്കുന്നത് ഇവിടെയല്ല, അപ്പോൾ ഇതെൻ്റെ കുടുംബം തന്നെയാണ്. ഈ കുടുംബത്തിൽ ഒരു മോശം എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാട്ടോ. നിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഹരിയുടെ ചെകിട്ടത്തടിച്ച് അവന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ ഹരി പോകുന്നതിന് മുൻപ് തന്നെ രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മോതിരം എവിടെ, എൻ്റെ കയ്യിലില്ലല്ലോ, ഇത് ഞാൻ അവൾക്ക് കൊടുത്തു എന്ന് പറയണം. എന്നിട്ടത് അവൾ കയ്യിലിട്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നോക്കാം, നമുക്ക് ഇന്ന് ഇറങ്ങി നോക്കാം എന്ന് പറയണം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹരി പോവാൻ നേരത്തെ രോഹിത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അത് അവളുടെ കയ്യിലില്ലല്ലോ, നീ ചുമ്മാ തള്ളിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, എന്നാൽ അത് അവൾ ബാഗിൽ വെച്ചിട്ടുണ്ടാവും, നീ ഒന്ന് വേണേ പോയി നോക്ക്, ബാഗിലുണ്ടായിരിക്കും എന്ന് പറയാട്ടോ. അങ്ങനെ ഹരി പോവുകയാണ്. പിന്നീട് വൈജയന്തിയും ബബിതയും എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്താണ് ലാസ്റ്റ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശിയോട് യാത്ര പറയാനെന്നുള്ള രീതിയിൽ വരുമ്പോൾ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കട്ടോ, മുത്തശ്ശി ഞാൻ പോവുകയാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ പതിവില്ലാതെ എന്നോട് പറയാൻ വരുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പം വന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതാണ്. ഇതാരുടെ മുത്തശ്ശി ഈ ബാഗ് എന്ന് ചോദിക്കുമ്പോൾ അത് അലീനയുടെയാണെന്ന് പറയാട്ടോ. അലീനയുടെ ബാഗാണോ, എന്തൊക്കെയാണ് ഇതിൽ സാധനങ്ങളുള്ളത്, എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ അവൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവളുടെ ബാഗാണ്, നീ അത് തുറക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ. ഞാനൊന്നും നോക്കുന്നില്ല. എന്നിട്ട് ആ ചെറിയൊരു സിബ് മാത്രമേ തുറന്നു നോക്കുന്നുള്ളൂ കേട്ടോ, പുറത്തേക്കുള്ള. അപ്പോൾ അത് തുറന്നത് നോക്കുമ്പോൾ, കൈയിട്ട് നോക്കുമ്പോൾ അതിൽ ആ മോതിരം അവൻ്റെ കയ്യിൽ കിട്ടുക കേട്ടോ. അപ്പോൾ അവന് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പം രോഹിത്തിനോട് ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് രോഹിത്ത് വിശ്വസിക്കുകയാണ്. അങ്ങനെ രോഹിത്ത് കോളേജിലേക്ക് പോവാട്ടോ. അങ്ങനെ രോഹിത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അലീന വന്ന് ചോദിക്കുന്നുണ്ട്, രോഹിത്ത് എന്താ മുത്തശ്ശി വന്ന് എൻ്റെ ബാഗൊക്കെ നോക്കിയെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല മോളെ എന്ന് പറയാട്ടോ. അപ്പോൾ എന്താണെങ്കിലും രോഹിത്ത് പോവുകയാണ്. പിന്നീട് ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും കാണിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ രേവതിക്കുട്ടിയുടെ സീനാട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയുടെ മാമച്ചായൻ്റെയും സീനുകളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ സീനുകൾ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന ഒരു സീന് നമ്മുടെ രോഹിത്ത് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നതാട്ടോ. അങ്ങനെ അലീന കഥക് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് ഉച്ചയ്ക്ക് വരുന്ന കണ്ടിട്ട് അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടും വയ്യ, നല്ല തലവേദനയും കോൾഡൊക്കെ ഉണ്ട്, നീ ഒരു ചായ ഇട്ടുകൊണ്ട് വാ എന്ന് പറയാട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് അവനൊരു ചായയും കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ അലീനയോട് ഇങ്ങനെ സംസാരിച്ചിട്ടാണ് അവന് മുകളിലേക്ക് പോയത്. അപ്പം പക്ഷേ അലീന റൂമിലേക്ക് ഒരു സഹോദരനല്ലേ, തൻ്റെ സഹോദരനല്ലേ, അപ്പം അവനോടുള്ള ഒരു കെയറിങ്ങിലാണ് ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ റൂമിലേക്ക്. അങ്ങനെ ചായ കൊണ്ടുപോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ പുറകിലേക്ക് ആരോ വന്ന് നിൽക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നി കേട്ടോ. അപ്പോൾ അലീന പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ രോഹിത്ത് ഇങ്ങനെ നിൽക്കുന്നേ കാണാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. പിന്നെ അപ്പോൾ അലീന അങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അലീന എന്ന് വിളിച്ചിട്ട് അവളോട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ നിൽക്കുമ്പം അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്, ഒരു സഹോദരിയായിട്ട് കാണണം, ഒരു ചേച്ചിയായിട്ട് കാണണം, ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കാൻ പാടില്ല, അത് പാപമാണ്, തെറ്റാണെന്ന് പറയട്ടോ. നീ എന്തായി പറയുന്നത്, നീ ഇവിടുത്തെ വെറും സെർവൻ്റ് അല്ലേ, നിന്നോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ അത് എങ്ങനെ പാപമായി മാറുന്നത്, എനിക്കിപ്പോൾ 2 സഹോദരിമാരും ഓൾറെഡി ഉണ്ട്, എനിക്കിനി വേറെ സഹോദരിയൊന്നും വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ രോഹിത് സംസാരിക്കണം. ഹരി കൊടുത്ത ഒരു ഡീമോട്ടിവേഷനാട്ടോ, അത് അങ്ങനെ തന്നെ പറയാം രോഹിത്തിൻ്റെ തലയിലിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം എന്നിട്ട് പെട്ടെന്ന് അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവൾ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ അവളുടെ കയ്യെ കയറി പിടിച്ചിട്ട് വഴി തടഞ്ഞു നിൽക്കുക കേട്ടോ. അപ്പോഴും അലീനയ്ക്ക് വല്ലാതാവുകയാണ്. അലീന പറയുന്നുണ്ട്, മേലിൽ എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരരുത്,
എന്ന് പറയുമ്പോൾ നീ വലിയ പുണ്യാളത്തി സമയമൊന്നും വേണ്ട, ഹരി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. ഹരി നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊല്ലപ്പള്ളിയിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ, ഇവിടെ വന്നിട്ട് ഇന്നലെ രാത്രി നീ ഹരി വിളിച്ചപ്പോൾ ഇറങ്ങി വന്നില്ലേ, അവന് നിനക്കൊരു ഗോൾഡ് മോതിരമൊക്കെ തന്നില്ലേ, ഞാനത് നിൻ്റെ ബാഗിൽ കണ്ടു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ അവൾക്ക് ആകെ വല്ലാതാവുകയാണ്. തൻ്റെ ബാഗിൽ അങ്ങനെ ഒരു മോതിരം എന്നൊക്കെ ചോദിക്കുക. ഞാൻ ആരുടെ അടുത്തേക്കും ഇറങ്ങി ചെന്നിട്ടില്ല, ആരും എനിക്കൊരു മോതിരവും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ആ മോതിരം നിൻ്റെ ബാഗിൽ വന്നു എന്ന് ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ആരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയോ എൻ്റെ അടുത്തേക്ക് ആരും വരികയോ ചെയ്തിട്ടില്ല, ഞാൻ അത്തരത്തിലൊരു പെണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് പോവുക കേട്ടോ അലീന വേഗം ചെന്നിട്ട് ബാഗ് പരിശോധിക്കുമ്പോൾ ആ ബാഗിൽ നിന്ന് മോതിരം കിട്ടുക. രോഹിത് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. ഹരി റൂമിൽ വന്നിട്ട് ഈ ബാഗിൽ മോതിരം കൊണ്ടിട്ടതാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് അലീന തീരുമാനിക്കുക കേട്ടോ. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുക തന്നെ വേണമെന്ന് അലീന തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.